ഉത്തരമലബാറിലെ കളിയാട്ടക്കാലത്തിന് ഉണർവേകി തുലാപ്പത്ത് പിറന്നു. This news is brought to you by RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. ഉത്തരമലബാറിലെ കളിയാട്ടക്കാലത്തിന് ഉണർവേകി തുലാപ്പത്ത് പിറന്നു. കാവുകളിലും കളിയാട്ടമുറ്റങ്ങളിലും ഇനി തെയ്യക്കാലത്തിൻ്റെ ആരവങ്ങളുയരും. കാർഷിക വിളകളാൽ സമൃദ്ധമായിരുന്ന കാലത്ത് ജീവിതം നയിച്ച മുൻതലമുറ ആചാരാനുഷ്ഠാനങ്ങളോടെ കൊണ്ടാടിയിരുന്നതാണ് പത്താമുദയം. പാകമായ കാർഷിക വിളകളും ധാന്യങ്ങളും ആദ്യമായി തങ്ങളുടെ ആരാധനാദേവന്മാർക്ക് നിവേദിക്കുന്നത് ഇന്നും മുറ തെറ്റാതെയാണ് തുടർന്നു വരുന്നത്. തിരുമേനി ചട്ടിയൂർ ഭഗവതിക്കാവിൻ്റെ അനുബന്ധമായ കോക്കടവ് കാവിൽ പത്താമുദയം അടിയന്തരം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. ഈർത്ത വിളക്ക് കഴിഞ്ഞാണെന്ന് നമുക്ക് പറയാം. പൂർണ്ണമറ്റൻ്റെ എല്ലാം കാലം മുതൽ അവരച്ഛൻ പറഞ്ഞു കൊടുത്ത ഇതെല്ലാം പറയാൻ കഴിയും. അപ്പുറം പയ്യാടക്കന്മാരെ ജന്മകോശമുണ്ട്. പയ്യാടക്കത്തറ പോയിട്ട് അപ്പുറം മറ്റേ ഇവർ 200 നിൽക്കുന്നില്ല. ആ പറമ്പ് കാരാണ് ഈ ദേവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിരുന്ന് ഉപേക്ഷിച്ചിട്ട് പോയില്ലേ. അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് ഇവർ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ കൂട്ട് കിടക്കും. ഞാൻ ഒരു 10-500 വർഷത്തിനടുത്ത് ഉണ്ടാവും. അത് കാരണം ഇവരുടെ ശിവക്ഷേത്രത്തിൽ ഇടിഞ്ഞു പൊളിച്ചിട്ട് പോയതാണ് അപ്പുറം. ഗോത്രവിഭാഗത്തിലെ മാവുല സമുദായ ആചാരപ്രകാരമാണ് പുഴയോരത്തെ കാവ് സ്ഥാനത്ത് അടിയന്തര ചടങ്ങ് നടത്തുന്നത്. കാവിനകത്ത് ദേവചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് മുളങ്കമ്പുകൾ കൊണ്ട് പ്രത്യേകം തട്ട് നിർമ്മിച്ചാണ് ആചാരക്കാർ നിവേദ്യം സമർപ്പിക്കുക. ഇത് ഒന്ന് കൊങ്ങിച്ചമ്പകുതിക്ക് പ്രധാനമായിട്ട്. ഇത് ഈ തട്ടിന് മേലെ കൊങ്ങിച്ചമ്പകുതിക്ക്. എൻ്റെ താഴെ അയാളെ കൂട്ടത്തിലുള്ള ആൾ ഒരു കൊടുവാളം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കാണുന്നില്ലേ, വെടിയും കൂട്ടി കിടക്കും, അയാൾക്കറിയില്ല. പിന്നെ അത് നാട്ടുമൂർത്തി. 3 തീയത്തിന് നാട്ടുമൂർത്തി. ഇവർ രണ്ടാളും ഇല്ലെങ്കിൽ ഇയാളെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും പോകണം. കോലം തിരിക്കുമ്പോൾ അതെല്ലാ സ്ഥലത്തും ഇല്ല. ഈ അതിനാണ് കെട്ടിയടിക്കുന്നത്. ഇവിടെ കോലം തിരിക്കാൻ പറ്റൂല. ഇതൊക്കെ മൊത്തം കാവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോലമില്ല. പഴയ കാലത്ത് എൻ്റെ കുഞ്ഞുകാലം മുതൽ പിന്നെ വെള്ളി ചൊവ്വ സംക്രമം തുലാപ്പത്ത്. അത് ഞങ്ങൾക്ക് 3 സ്ഥലത്താണ് പിരിവ്. കക്കോട്, പ്രാപ്പോല്, ചൂരപ്പടവ്, വിളക്കോട്ടം, ഈ ഏരിയ. അത് ഈ കോണിച്ചക്കാവിൻ്റെ അടിസ്ഥാനമായിട്ട് പോകുന്നു. കക്കട് നിരപ്പരയുള്ളൂ. അങ്ങ് താഴെ അങ്ങ് അപ്പുറം കിടക്കൂല. നമ്മളെ ഇതിൽ വരുന്നതിൽ മാത്രം കിടക്കും. പിന്നെ പ്രാപ്പോല്, തെയ്യങ്കല്ല്, പിന്നെ അങ്ങോട്ട് വിളക്കോട്ടം വരെ. വിളക്കോട്ടം പോകുന്നില്ല. ചൂരപ്പടവ്, പാറത്തുനീര്, ഇത്രയും ഭാഗം പോകും. പക്ഷേ ഇപ്പോൾ കാവിൽ കഴിക്കാനെങ്കിലും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവരെന്നല്ല പണം കൃഷിയുള്ള കാലത്ത് ഇങ്ങനെ എല്ലാ വീടുകളിലും പോകും. അപ്പോൾ അന്നേരം അവർ നെല്ല് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇടിച്ച് അവലാക്കി ഇതിവിടെ കർമ്മം ചെയ്യുമ്പോൾ 2 ചാക്ക് 3 ചാക്ക് അവൽ വെച്ച് വരും ഇവിടത്തേക്ക്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേ ഈ നെല്ല് തന്നവരെല്ലാം വഴിപാട് തന്നവരെല്ലാം അവിടെ വരും. ഇപ്പം ആൾക്കാർ ഇങ്ങോട്ട് കയറും. പണ്ടൊന്നും ഇങ്ങോട്ട് കയറിക്കൂടാം. കാരണം ഞങ്ങൾ ആ ഒരു രീതിയിലുള്ളൊരു കർമ്മമാണ്, നിഗൂഢ കർമ്മമാണ്. അപ്പോൾ ഒരു അന്നെല്ലാം വളരെ ഇരുട്ടാണ്. എൻ്റെ കുഞ്ഞുകാലത്ത് ഒരു 60 വർഷം മുമ്പ്.
പ്രാപ്പൂയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലും 10ാമത് അടിയന്തരം ആചാരപരമായ ചടങ്ങുകളോടെയാണ് നിർവഹിക്കപ്പെട്ടത്. പഴയകാല ശീലങ്ങളെ പിന്തുടർന്ന് നെല്ലും അരിയും ഇടിച്ചു തിരക്കിയാണ് ദേവന്മാർക്ക് നിവേദ്യം സമർപ്പിക്കുക. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര. RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ. മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.